ശ്രീ നവീൻജി നാഥമണി, നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ എല്ലാം അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ, ഷീലാ ദീക്ഷിത്തിനെതിരെ മത്സരിക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനാണ്. അന്ന് അരവിന്ദ് കെജ്രിവാൾ എല്ലാവരും പറഞ്ഞു രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കണം, കാരണം ഷീലയെ തോൽപ്പിക്കൽ അസാധ്യമാണെന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ ഷീലാ ദീക്ഷിത്തിന്റെ പരാജയം ആരും കരുതിയിരുന്നതല്ല. അന്നും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി വലിയ ലീഡ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും ഷീലയെ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നില്ല. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ആപ്പ് അധികാരം പിടിക്കും, പക്ഷേ അതിന്റെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ തോക്കും. അതുകൊണ്ട് അരവിന്ദ് രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുന്ന പറഞ്ഞ് മത്സരിച്ച് ജയിച്ച അരവിന്ദ് കെജ്രിവാളിനെ അന്ന് ഡൽഹി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതാണ്. ഇന്ന് അരവിന്ദിനെ ഡൽഹി കൈവിടുകയാണ്. ഡൽഹി പൂർണ്ണാർത്ഥത്തിൽ കൈവിടുമ്പോൾ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിജീവനം ഇനി സാധ്യമാണോ? ഒരു ഐഡിയോളജിയും ഇല്ലാത്തൊരു പാർട്ടിക്ക്? ശ്രീ നവീൻജി നാഥമണി. ആം ആദ്മി പാർട്ടി ജനവിധിയെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കുന്നു. ക്രിയാത്മകമായ പ്രതിപക്ഷത്തിരിക്കുവാനാണ് ജനവിധിയെങ്കിൽ ക്രിയാത്മകമായ പ്രതിപക്ഷത്തിരുന്നതിന് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതിലുപരി ഒരു വലിയ ഭരണ മാതൃക ഡൽഹിയിൽ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട്, മറ്റാർക്കും ഇന്നേ വരെ ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ലാത്തൊരു വലിയ ഭരണ മാതൃക ഡൽഹിയിൽ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തേക്ക് മാറുന്നതെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. ആം ആദ്മി പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. അത് ഈ രാഷ്ട്രീയത്തെ നവീകരിക്കുവാനായിട്ട് മുമ്പോട്ട് വന്ന ഒരു ജനകീയ മുന്നേറ്റമാണ്. ആ ജനകീയ മുന്നേറ്റം അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഒരു ജനകീയ മുന്നേറ്റത്തിന്, രാഷ്ട്രീയത്തെ നവീകരിക്കാനും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുമായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു ജനകീയ മുന്നേറ്റത്തിന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഭരണകൂട സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെയും മറ്റെല്ലാ സംവിധാനങ്ങളെയും, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണകൂട സംവിധാനം എല്ലാ അർത്ഥത്തിലും ആ പ്രസ്ഥാനത്തെ നേരിടുമ്പോൾ അതിന് ചില ഘട്ടങ്ങളിൽ പരാജയം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. മദ്യനയ അഴിമതി കേസിൽ നവീൻജി പറയുന്നതിന് നമുക്ക് പിന്നെയും ഇൻട്രോസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ കേസിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും അത് വേട്ടയാണോ എന്നതിനെക്കുറിച്ചും ഈ പറയുന്ന മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുമ്പോൾ സമർപ്പിച്ച അഫിഡവിറ്റുകളെ കുറിച്ചൊക്കെ വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ ആഡംബര വീടിനെ പറ്റി നിങ്ങൾക്കുള്ള മറുപടി എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങളെ അവിടെ പരാജയപ്പെടുത്തുന്ന മദ്യനയ അഴിമതിയല്ല, കോൺഗ്രസും അല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുകയാണ്. ആ ഷീഷ മഹൽ എന്ന് പറഞ്ഞാൽ CAG റിപ്പോർട്ടിൽ പറയുന്നത് 7.12 കോടി എസ്റ്റിമേറ്റ് ഇട്ട് അത് പണി കഴിഞ്ഞപ്പോൾ 36 കോടിയായി എന്നുള്ളതാണ്. നിങ്ങൾക്കതിന് മറുപടിയില്ലായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുമ്പോൾ നിങ്ങൾക്കതിന് മറുപടിയില്ലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന മാറ്റത്തിന് വേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ, രാഷ്ട്രീയം നിങ്ങളെ മാറ്റിയതല്ലെങ്കിൽ എങ്ങനെ ഒരു ശീഷ് മഹൽ ഉണ്ടായി, എങ്ങനെ ഒരു കണ്ണാടി മാളിക ഉണ്ടായി? ശ്രീ നവീൻജി നാഥമണി. ശീഷ് മഹൽ ഈ പറയുന്ന തരത്തിലൊന്നും ഇല്ല എന്നുള്ളൊരു വാസ്തവം ഡൽഹിയിലെ ജനങ്ങളിലോട്ട് അറിയിക്കുക എന്നുള്ള എൻ്റെ ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തി. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. അത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. ഒരുപക്ഷെ തകർന്നു വീഴാറായ ആ ഒരു കെട്ടിടം 2020 PWD നിർദ്ദേശമനുസരിച്ച് പുതുക്കി പൊളിച്ചു പണിയണമെന്ന് നിർദ്ദേശിച്ച ആ കെട്ടിടം 1942 രൂപീകരിച്ച കെട്ടിടം പൊളിഞ്ഞു വീഴാറായപ്പോൾ അതിൻ്റെ മേൽക്കൂരകൾ തകർന്നു വീണ്, റൂഫെല്ലാം തകർന്നു വീണ ഘട്ടത്തിൽ അത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം BJP അതിൻ്റെ പുറത്ത് ഇറക്കി വെച്ച ചില കഥകളുണ്ട്. ആ കഥകളാണ് പറഞ്ഞത്. സ്വർണ്ണ ടോയ്ലറ്റ് ഉണ്ടെന്നും ലക്ഷങ്ങൾ കൊടുക്കുന്ന റിമോട്ടിലോടുന്ന കർട്ടനുകളുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആ ശീഷ് മഹൽ കാണാനായിട്ട് അന്ന് അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇല്ല. ഡൽഹിയിലെ BJP ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തില്ല. അതിശയും ആ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലല്ല താമസിക്കുന്നത്. ആ ശീഷ് മഹൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം സാധാരണ വീട്ടിലേക്ക് മാറിയപ്പോഴേക്കും ഉണ്ടാക്കാനൊരു ഡാമേജ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. BJP ഈ പറയുന്ന കണ്ണാടി മാളികയുടെ ചെറുമാതൃകൾ വണ്ടിയിൽ ഫിക്സ് ചെയ്ത് ഗ്രാമാന്തരങ്ങളിലേക്ക് പോയി. അന്ന് കെജ്രിവാൾ പറഞ്ഞതും അതിൻ്റെ പൊള്ളത്തരങ്ങളും 10 കള്ളങ്ങൾ, കെജ്രിവാളിൻ്റെ 10 കള്ളങ്ങൾ എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണം വെച്ചുവിട്ടു. അത് നുണയാണെങ്കിൽ നിങ്ങളെ നേരത്തെ കേട്ടുണ്ടെന്ന് ഡൽഹി ജനത. ഈ പറയുന്ന പ്രചരണങ്ങൾ കേൾക്കാൻ നിങ്ങളെ കേട്ടവരാണ് ആ ഡൽഹി ജനത. അവർക്ക് അവിശ്വാസം വന്നത് എന്തുകൊണ്ടാണ് നവീൻജി? തീർച്ചയായിട്ടും ഹാഷ്മി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഡൽഹി ജനത ആം ആദ്മി പാർട്ടി അവിശ്വസിച്ചു, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അവിശ്വസിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്തി തന്നെ തിരുത്തി പോകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഡൽഹി ജനത അനുഭവിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഡൽഹി ജനത മനസ്സിലാക്കിയതാണ് അരവിന്ദ് കെജ്രിവാളിനെ. അതിനപ്പുറത്തോട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ പ്രതിച്ഛായ നശിപ്പിക്കുവാനായിട്ട് BJP നടത്തിയ ശ്രമങ്ങൾ, ആ BJP നടത്തിയ ശ്രമങ്ങൾക്ക് ഒരു പരിധിവരെ കോൺഗ്രസ് അതിൻ്റെ മൗത്ത് പീസായിട്ട് ഇലക്ഷൻ സമയത്ത് മാറുന്ന കാഴ്ചകളും കണ്ടപ്പോൾ, BJP നടത്തിയ ആ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണയും കൂടി കണ്ടപ്പോൾ ഡൽഹി ജനതയെ
ജനതയുടെ മുന്നിൽ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിച്ച് മുമ്പോട്ട് വരേണ്ടതുണ്ട്. ആ ജനങ്ങൾക്കിടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുവാനാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത്. ആ പ്രവർത്തനങ്ങളുമായി ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുമ്പോൾ അത്തരം തെറ്റിദ്ധാരണകൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് തിരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ട് അധികാരം ഏറ്റെടുക്കാനായിട്ട് ബാക്കി സംവിധാനങ്ങളെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ മസിൽ പവർ ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ ഗുണ്ടാ പവർ ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ LG ഉണ്ടായിരുന്നു, അവർ ആ LGയെയും ഉപയോഗിച്ചു. അവരുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, ആ ഇലക്ഷൻ കമ്മീഷനും ഉപയോഗിച്ചു. ആം ആദ്മി പാർട്ടിയുടെ മുമ്പിൽ ഒരു ഭരണ മാതൃകയും സത്യസന്ധതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂർണ്ണാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ച ഈ പാരാമീറ്റർ, ഈ ശക്തികളുടെ മുമ്പിൽ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഇതിലും വലിയ കൊള്ളക്കങ്ങളിൽ, ഇതിലും വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഇതിലും വലിയ പണമില്ലായ്മയിൽ ആ ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഗുണകരമായിരുന്നു നവീൻജി. നിങ്ങൾക്കത് കൈമോശം സംഭവിച്ചു. അവിടെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ